മൈ ഡിയർ മക്കളെ, മൈ ഡിയർ എക്സാമിനർ ഫാമിലി, 7ാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ചാപ്റ്ററാണ് ഫ്രം ഇൻജസ്റ്റിസ് ടു ജസ്റ്റിസ്, അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്ന ചാപ്റ്റർ. ഈ ചാപ്റ്റർ മറ്റ് സോഷ്യൽ സയൻസ് ചാപ്റ്ററിൽ നിന്നും വളരെ വ്യത്യാസമുള്ളൊരു ചാപ്റ്ററാണ്. ഇതുവരെ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? കുറച്ച് ജോഗ്രഫി പഠിക്കും, സോളാർ സിസ്റ്റം പഠിക്കും, ക്ലൈമറ്റ് പഠിക്കും, വെതർ പഠിക്കും, പിന്നെ കുറച്ച് ഹിസ്റ്ററി പഠിക്കും, കുറച്ച് പോളിറ്റി പഠിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? ഈ ചാപ്റ്ററിൽ പറയുന്ന കാര്യങ്ങൾ കുറച്ച് വ്യത്യാസമുള്ള കാര്യങ്ങളാണ്. നമ്മളൊക്കെ ഒരു സൊസൈറ്റിയുടെ ഭാഗമല്ലേ, ഒരു സമൂഹത്തിലല്ലേ നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഈ സമൂഹത്തിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട്. നമുക്ക് എങ്ങനെയൊക്കെ ഈ പ്രശ്നങ്ങൾ മറികടക്കാം, എങ്ങനെ അതൊക്കെ ലഘൂകരിക്കാം എന്നത് നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്ന, അതിൻ്റെ എല്ലാം ബേസിക് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു നല്ല ചാപ്റ്ററാണ് ഈ ഒരു ചാപ്റ്റർ. നമ്മുടെയൊക്കെ ഉള്ളിലുള്ള മനുഷ്യത്വം ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ നിന്നും ധാരാളം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അത് എന്തൊക്കെ ചോദ്യങ്ങളാണ് വരാൻ പോകുന്നത്, അതിനെങ്ങനെയെല്ലാം ഉത്തരം എഴുതണം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ സാറ് മുഴുവനായിട്ട് പറയുന്നത്. ഈ വ്യത്യാസമുള്ള ചാപ്റ്റർ പഠിച്ച് തീരുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ ചാപ്റ്ററിനുള്ള മുഴുവൻ മാർക്കും കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക, വീഡിയോ മുഴുവൻ ഇരുന്ന് കാണുക. ഓക്കെ, നമുക്ക് ആദ്യം നോക്കേണ്ട പദം അനീതി എന്നതാണ്. കണ്ടോ, അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്നാണ് പറയുന്നത്. എന്താണ് ഈ അനീതി എന്ന് പറഞ്ഞാൽ? നമ്മൾ പറയും എനിക്ക് നീതി കിട്ടണം, നീതി കിട്ടണം എന്ന് പറയാറുണ്ട് അല്ലേ? അപ്പം അനീതി എന്നത് നീതിയുടെ ഓപ്പോസിറ്റാണ്. അപ്പോൾ അതിൻ്റെ കൃത്യമായ ഒരു ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ കൃത്യമായ വിവരണം ഇവിടെ നൽകുന്നുണ്ട്. എന്താണ്? ഇൻജസ്റ്റിസ് റെഫേഴ്സ് ടു ദ പ്രാക്ടീസ് ഓഫ് എക്സ്ക്ലൂഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ഫ്രം ദ മെയിൻ സ്ട്രീം ഓഫ് സൊസൈറ്റി, ഡിനയൽ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ. നമ്മളെല്ലാം ജീവിക്കുന്ന ഈ സമൂഹത്തിൽ നിന്നും ആളുകളെ ചില കാരണങ്ങൾ പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ അല്ലേ, ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ സമ്പത്തിൻ്റെ പേരിലോ നിറത്തിൻ്റെ പേരിലോ ലിംഗത്തിൻ്റെ പേരിലോ ഇങ്ങനെ എന്തെങ്കിലും കാരണത്താൽ ഈ സമൂഹത്തിൽ നിന്നും നമ്മൾ അവരെ മാറ്റി നിർത്തുക, കൂടാതെ അവരുടെ അവസരങ്ങൾ ഇല്ലാതാക്കുക. ചിലപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന ആളായിരിക്കും, പക്ഷേ ഇന്ന മതത്തിലും ഇന്ന ജാതിയിലും പെട്ട ആളാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അയാളുടെ പഠിക്കാനുള്ള അവസരം ഇല്ലാതാക്കുക. പിന്നെ അവരെ നമ്മൾ എന്ത് ചെയ്യുക, ബാൻ ചെയ്യുക. നമ്മൾ അവരെ കൂട്ടത്തിൽ കൂട്ടാതെ നിർത്തുക, അവരെ മാറ്റി നിർത്തുക. ഒരു രീതിയിലുള്ള സഹായമോ സഹകരണമോ അവരോട് കാണിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് കാണിക്കുന്ന ആ പ്രവൃത്തിയാണ് ഈ അനീതി എന്ന് പറയുന്നത്. ഇൻജസ്റ്റിസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. നമ്മൾ എല്ലാവരും ഒന്നിച്ച് ജീവിക്കുന്ന ഈ സമൂഹത്തിൽ, എല്ലാവരും തുല്യരായി കാണുന്ന ഈ സമൂഹത്തിൽ നമ്മൾ മറ്റുള്ള ആളുകളോട് എന്തെങ്കിലും വിവേചനം കാണിക്കുകയാണെങ്കിൽ ആ കാണിക്കുന്ന പ്രവൃത്തിയാണ് നമ്മൾ അനീതി എന്ന് പറയുന്നത്. ഇത് ഈ ചാപ്റ്ററിൻ്റെ ബേസിക് നോളജാണ് കേട്ടോ. ഓക്കെ, നമുക്ക് റിയൽ ലൈഫ് എക്സാമ്പിളുകൾ വെച്ച് തന്നെ ഇത് മനസ്സിലാക്കാൻ പറ്റും. സാർ ഇപ്പം പറയുമ്പം തന്നെ നിങ്ങളുടെ മനസ്സിൽ ധാരാളം ചിന്തകൾ വരുന്നുണ്ട് സമൂഹത്തിനെ കുറിച്ചല്ലേ. അതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററായിട്ട് ബന്ധപ്പെടുത്തി എഴുതാവുന്നതാണ്. നോക്കൂ, മുൻവിധിയോടെ ചില സാമൂഹിക വിഭാഗങ്ങളെ അവരുടെ ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ പേരിൽ ഒഴിവാക്കിയിരുന്നു. നമ്മൾ പണ്ട് കാലങ്ങളിൽ, ഇപ്പം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വിവേചനം ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ ധാരാളം നിയമങ്ങളുണ്ട്. പക്ഷേ വളരെ പണ്ട് ബ്രിട്ടീഷുകാരൊക്കെ ഭരിക്കുന്ന കാലത്ത്, ഇവിടെ ഭയങ്കരമായ ജാതി വ്യവസ്ഥയ്ക്കുള്ള കാലത്ത് ചില ആളുകളെ താഴ്ന്ന ജാതി ഉയർന്ന ജാതി എന്നൊക്കെ കാറ്റഗറൈസ് ചെയ്തിട്ട് ആളുകളെ മാറ്റി നിർത്തിയ ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താ സംഭവിച്ചത്? കഴിവുകളുണ്ടായിട്ടും തൊഴിലും വിദ്യാഭ്യാസവും അവസരങ്ങളും നിഷേധിക്കുക, അവസരങ്ങളുണ്ടായിട്ടും നൽകാതിരിക്കുക, വ്യക്തി എന്ന നിലയിലുള്ള പരിഗണനകൾ കൊടുക്കാതിരിക്കുക തുടങ്ങിയ പ്രവൃത്തികളിലൂടെ ചില സാമൂഹിക വിഭാഗങ്ങളെ അരികുകളിലേക്കാക്കിയിരുന്നു. ചില സോഷ്യൽ അവർക്ക് പഠിക്കാനുള്ള അവസരമില്ലാതാക്കി, അവർക്ക് പഠിച്ചു കഴിഞ്ഞാലും ജോലി നൽകാതെ നോക്കി. പിന്നെ അവർ ജോലി ചെയ്ത് കഴിഞ്ഞാലും അവരെ കാര്യമായ ശമ്പളമോ വേതനമോ കൊടുക്കാതെ ഇങ്ങനെ അവരെ ഒരു സൈഡിലേക്ക് പുഷ് ചെയ്ത് മാറ്റിയിരുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെയാണ് നമ്മൾ മാറ്റം കൈവരുത്തിയത്. നോക്കൂ, അതിൻ്റെ എക്സാമ്പിളാണ് മാർജിനലൈസേഷൻ എന്ന പദം. മാർജിനലൈസേഷൻ മലയാളത്തിൽ അരികുവൽക്കരണം അല്ലെങ്കിൽ പാർശ്വവൽക്കരണം എന്ന് പറയും. അപ്പം നമ്മളൊരു ഇത് വരയ്ക്കുകയാണ്, ഒരു മാർജിൻ വരയ്ക്കുക. അപ്പോൾ ഇതാണല്ലോ ഒരു ഫുൾ പേജ് എന്ന് കരുതുക. ഇതൊരു ഫുൾ പേജ് ആണെങ്കിൽ നമ്മൾ മാർജിൻ വരയ്ക്കുക എവിടെയാണ്? ഒത്ത നടുക്കല്ലല്ലോ അല്ലേ? ഒത്ത നടുക്ക് എന്ന് പറഞ്ഞാൽ എന്താ? സമൂഹത്തിൻ്റെ സെൻറ്ററായിട്ട് നിങ്ങൾ കാണുക. എല്ലാവരും ഒത്തുകൂടുന്നൊരു ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു നടുവിനെ കാണുക. പക്ഷേ നമ്മൾ ഈ അരികുവൽക്കരണം നടത്തുമ്പോൾ എന്താ ചെയ്യുന്നതെന്നറിയോ? ഇങ്ങനെയുള്ള ഈ ഒരു സമൂഹത്തിൽ നിന്നും ചില ആളുകളെ നമ്മളിങ്ങനെ സൈഡിലോട്ട് മാറ്റി നിർത്തും. ഇവിടെ നിന്നൊക്കെ പുഷ് ചെയ്ത് അല്ലേ, ഒരു രീതിയിലും അവസരം കൊടുക്കാതെ, വളരാൻ അനുവദിക്കാതെ, ജീവിക്കാൻ അനുവദിക്കാതെ, ഇങ്ങനെ ആളുകളെയൊക്കെ ഒരു സൈഡിലോട്ട് ഇങ്ങനെ മാറ്റി നിർത്തുമല്ലോ, ഒരു മാർജിനിലോട്ട് ഇങ്ങനെ മാറ്റി നിർത്തുമല്ലോ. ഇതിനെയാണ് നമ്മൾ മാർജിനലൈസേഷൻ എന്ന് പറയുന്നത്. നോക്കൂ, മാർജിനലൈസേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് എക്സ്ക്ലൂഡിങ് എന്ന് വെച്ചാൽ പുറത്താക്കുക, ഓഫ്
സം ഗ്രൂപ്പ്സ് ഫ്രം ദ പ്ലേസസ് വേർ ദേ ഡിസേർവ് ഈക്വൽ കൺസിഡറേഷൻ. തുല്യത അവകാശമുണ്ടായിട്ടും, തുല്യമായിട്ട് ജീവിക്കാൻ അവകാശമുണ്ടായിട്ടും അവർക്ക് അത് നൽകാതെ ചില സാമൂഹിക വിഭാഗങ്ങളെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അവരെ ആ സമൂഹത്തിൻ്റെ ഒത്ത നടുക്കുന്ന് മാറ്റും. അവർക്ക് ഒരു അവസരവും കൊടുക്കാതെ മാറ്റി മാറ്റി നിർത്തുന്നതിനാണ് മാർജിനലൈസേഷൻ എന്ന് പറയുന്നത്. നോക്കൂ, മാർജിനലൈസേഷൻ ഇൻ ദ സൊസൈറ്റി അക്കേഴ്സ് ഫോർ മെനി റീസൺസ്. മാർജിനലൈസേഷൻ പല കാരണങ്ങളാൽ നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നുണ്ട്. ഇനി ഈ ചാപ്റ്ററിൽ വിവിധ രീതികളിലൂടെ മാർജിനലൈസേഷൻ സംഭവിക്കുന്നതാണ് കാണിച്ചു തരുന്നത്. അപ്പം ഏതൊക്കെ രീതികളിലൂടെയാണ് മാർജിനലൈസേഷൻ സംഭവിക്കുന്നത് നോക്കാം. നോക്കൂ, ഇങ്ങനെ പല സാഹചര്യങ്ങളും ഉണ്ടാവാറുണ്ട് അല്ലേ. നമ്മുടെ പ്രകൃതിക്ഷോഭങ്ങൾ, ഉരുൾപൊട്ടൽ, നമ്മുടെ വെള്ളപ്പൊക്കം, പിന്നെ കടലാക്രമണം, യുദ്ധം, ഇങ്ങനെയൊക്കെ കാരണത്താൽ ആളുകൾക്ക് അവരുടെ വീടും സ്ഥലമൊക്കെ ഉപേക്ഷിച്ച് വേറെ വേറെ നാട്ടിലേക്ക് ചെല്ലേണ്ടി വരും. അപ്പോൾ ഒരു കാലത്ത് വളരെ സമ്പന്നരായി ജീവിച്ച ആളുകളായിരിക്കും, ഇന്ന് അവരുടെ കയ്യിൽ ഒരു സമ്പത്തും ഉണ്ടാവില്ല, അവരുടെ നാട്ടിൽ നിന്ന് അവർ ഓടിപ്പോകേണ്ടി വന്നു. അവരൊരു പുതിയ സമൂഹത്തിലേക്ക് എത്തുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ആളുകൾ അവരെ പെട്ടെന്ന് സ്വീകരിക്കില്ല, അവർക്ക് വീട് വെക്കാനോ അവർക്ക് ഭക്ഷണം നൽകാനോ ഒന്നും തയ്യാറാവില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? സമൂഹത്തിൻ്റെ ഒത്ത നടുക്ക് നിന്ന് മാറ്റി മാറ്റി നിർത്തും. ഒരു പരിപാടികളിലൊന്നും പങ്കെടുപ്പിക്കില്ല, ഒരു ഫെസ്റ്റിവൽ ഒന്നും ഭാഗമാക്കാതെ അവരിങ്ങനെ മാറ്റി നിർത്തും. അപ്പം ഇങ്ങനെയുള്ള പ്രകൃതിക്ഷോഭങ്ങൾ അല്ലെങ്കിൽ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ, നാച്ചുറൽ ഓർ മാൻമെയ്ഡ് ഡിസാസ്റ്ററുകൾ കാരണം എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ പറയുന്ന അരികുവൽക്കരണം അല്ലെങ്കിൽ മാർജിനലൈസേഷൻ സംഭവിക്കുന്നുണ്ട്. ഇതിനൊന്നും അവർ കുറ്റക്കാരല്ല, അവർ കാരണമല്ല പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്നതും ഈ മാൻമെയ്ഡ് ഡിസാസ്റ്റർ ഉണ്ടായിട്ടുള്ളതും. പക്ഷേ അതിൻ്റെയൊക്കെ ഫലം അനുഭവിക്കേണ്ടത്, റിസൾട്ട് അനുഭവിക്കേണ്ടി വരുന്നത് ഈ പാവങ്ങളാണ് കേട്ടോ. അപ്പോൾ മാർജിനലൈസേഷൻ വേറെയും പല കാരണങ്ങളാൽ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, മാൻമെയ്ഡ് അല്ലെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്ററുകൾ വഴി ആളുകൾക്ക് അവരുടെ സ്വത്തും സ്ഥലവും നഷ്ടപ്പെടുമ്പോൾ അവർ സമൂഹത്തിൽ നിന്നും അരികുവൽക്കരിക്കപ്പെടുന്നു, മാർജിനലൈസ്ഡ് ആകുന്നു. രണ്ടാമത്തെ ഒന്ന് പറയുന്നത് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, റിലീജിയൻ, ട്രൈബ്, ജെൻഡർ സ്റ്റാറ്റസ്, ഈ ഒരു കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. നോക്കൂ, ഉദാഹരണത്തിന് നമുക്കിപ്പം ആദ്യം തന്നെ ആരൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ നേരിടുന്നത് നോക്കാം. മെനി ഗ്രൂപ്പ്സ് ആർ മാർജിനലൈസ്ഡ് ആൻഡ് ഡിസ്ക്രിമിനേറ്റഡ് ഇൻ ദ സൊസൈറ്റി. ദിസ് ഇൻക്ലൂഡ് വിമൺ. ആരൊക്കെയാണ്? ഒന്ന്, സ്ത്രീകൾ നേരിടുന്നു, ട്രാൻസ്ജെൻഡേഴ്സ് നേരിടുന്നുണ്ട്, ദളിതർ നേരിടുന്നുണ്ട്, ട്രൈബൽസ് ഗോത്ര വിഭാഗക്കാർ, മൈനോറിറ്റീസ് ന്യൂനപക്ഷക്കാർ, പോവർട്ടി സ്ട്രൈക്കൺ പീപ്പിൾ ദരിദ്രരായിട്ടുള്ള പട്ടിണി കിടക്കുന്ന ആളുകൾ, റെഫ്യൂജീസ് അഭയാർത്ഥികൾ, ഒരു നാട്ടിൽ നിന്നും വേറെ നാട്ടിലേക്ക് കുടിയേറുന്നവർ, ഡിഫറൻഷ്യലി ഏബിൾഡ് പേഴ്സൺസ് അതായത് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ, എക്സ് പ്രിസണേഴ്സ് മുൻകാലങ്ങളിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച ആളുകൾ, ഇവരൊക്കെയാണ് സമൂഹത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാർജിനലൈസേഷൻ നേരിടുന്നത്. ഇതിനൊക്കെ എതിരെ ശരിക്കും പ്രൊട്ടസ്റ്റുകളും നടക്കാറുണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ ഭയങ്കരമായ ഒരു ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു. അതിനുവേണ്ടി പോരാടിയ ഒരു വ്യക്തിയാണ് മഹാനായ അയ്യങ്കാളി. അയ്യങ്കാളി എന്താ ചെയ്തത്? വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവർക്ക് തുല്യ അവസരങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടി പരിശ്രമിച്ചു. പണ്ട് കാലങ്ങളിൽ എല്ലാ മതക്കാർക്കും ജാതിക്കാർക്കും ഒന്നും സ്കൂളിൽ പോകാൻ പറ്റിയിരുന്നില്ല. അപ്പം അയ്യങ്കാളി എന്തു ചെയ്തു? അവർക്ക് സ്കൂളിൽ പോകാനുള്ള സമരങ്ങൾ നടത്തി. അവരുടെ താഴ്ന്ന ജാതി എന്ന് കരുതപ്പെട്ടവർക്ക് ചരിത്രപരമായി വിദ്യാഭ്യാസ അവസരങ്ങൾ ഇദ്ദേഹം നേടിയെടുത്തു. ഇദ്ദേഹത്തിന് പുറമെ വേറെയും കുറേ ആളുകൾ ഈ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, ശ്രീനാരായണ ഗുരു, പൊയ്കൈ യോഹന്നാൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, ഇവരെക്കുറിച്ചൊക്കെ ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രമേ ടെക്സ്റ്റ് ബുക്കിലുള്ളൂ. പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തു വയ്ക്കാൻ പറ്റും. സോ അന്ന കാലത്ത് ജാതീയമായ വേർതിരിവ് കാരണം അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ, അന്തസ്സില്ലാതെ, തുല്യതയോ സ്വാതന്ത്ര്യമോ അനുഭവിക്കാതെ ധാരാളം ആളുകൾ മനുഷ്യാവകാശ ലംഘനങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നു. ശ്രീനാരായണ ഗുരുസ്വാമികൾ, ചാവറയച്ചൻ, അയ്യ വൈകുണ്ഠ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, വക്കം അബ്ദുൾ ഖാദർ മൗലവി, പൊയ്കൈൽ യോഹന്നാൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, ദാക്ഷായണി വേലായുധൻ, ഇവരൊക്കെ കേരളത്തിലുണ്ടായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താക്കളാണ് കേട്ടോ. ഇനി അടുത്തൊരു വിഭാഗം, ദളിതന്മാർക്ക് ശേഷം ഈ പ്രശ്നം ബുദ്ധിമുട്ട് നേരിടുന്നത് ഗോത്ര വിഭാഗക്കാരാണ്. ഈ ഗോത്ര വിഭാഗക്കാർ അധികവും കാട് വനവും ചേർന്നായിരിക്കും അല്ലെങ്കിൽ മലകളോട് ചേർന്നായിരിക്കും ഉണ്ടായിരുന്നത്. അപ്പം തന്നെ എന്താ, ഇവർക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങി വരാനുള്ള അവസരങ്ങൾ ഉണ്ടാവില്ല. പിന്നെ ഇവർക്ക് പരിമിതമായ സൗകര്യങ്ങളെ അവരുടെ നാട്ടിലുണ്ടായിരുന്നുള്ളൂ. അപ്പം ആളുകൾ എന്ത് ചെയ്യും? ഈ നമ്മുടെ പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾ ഇവരെയും മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ ഇവരെയൊക്കെ വളരെയധികം ചേർത്ത് പിടിക്കുന്നുണ്ട്. ഇവരുടെ കലയും ജീവിത രീതികളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പം ഭയങ്കരമായ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം പണ്ട് കാലങ്ങളിൽ ഇവർക്ക് കാര്യമായ സൗകര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് നമ്മൾ കാര്യമായിട്ട് ഇവരെ പരിഗണിക്കുന്നുണ്ട്. ഇവരുടെ പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവർക്ക് വനങ്ങളെക്കുറിച്ച് നല്ല അറിവായിരിക്കും, വനങ്ങളിലെ മൃഗങ്ങളെക്കുറിച്ച് നല്ല അറിവായിരിക്കും, മെഡിസിനൽ പ്ലാന്റുകൾ ഉണ്ടാവുമല്ലോ, ഔഷധ സസ്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ നല്ല അറിവായിരിക്കും. കാര്യം ഇവർ ആ വനവുമായി ജീവിച്ച് അതിനോട് ഇടപഴകി
കഴിഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സമൂഹം ഇവരെ ധാരാളം രീതിയിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കാര്യം ഈ അറിവൊക്കെ ഇവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നല്ല കാര്യമല്ലേ, നമുക്ക് എല്ലാവർക്കും പുരോഗതി കൈവരിച്ചൂടെ. അതിനുവേണ്ടി ഇവർക്കിപ്പം നല്ല പ്രൊമോഷനാണ് ലഭിക്കുന്നത്. ഇതൊക്കെ അവരുടെ ചില ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഇതിൻ്റെ ഫോട്ടോ തന്നിട്ട് ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കി വെക്കുക. ഇനി നോക്കൂ, ഇവർക്ക് വേണ്ടിയിട്ടുള്ള സർക്കാർ പദ്ധതികളുണ്ട്. പ്രധാനമന്ത്രി ജൻജാതി ആദിവാസി ന്യായ മഹാ അഭിയാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് സ്വന്തം ഭൂമിയുള്ള അവകാശം ഉറപ്പാക്കാൻ വേണ്ടി, വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി, പോഷകാഹാരങ്ങൾ അല്ലേ, നല്ല ന്യൂട്രീഷ്യസ് ഫുഡ് എത്തിക്കാൻ, ഇവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ഒക്കെ ആയിട്ട് ധാരാളം പദ്ധതികൾ വരുന്നുണ്ട്. അടുത്തൊരു വിഭാഗം എന്ന് പറയുന്നത് സ്ത്രീകളാണ്. വൽക്കരിക്കപ്പെടുന്ന അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള വേറൊരു വിഭാഗം സ്ത്രീകളാണ്. പണ്ട് ഒരു നടി ഉണ്ടായിരുന്നു, നിലമ്പൂർ ആയിഷ. അവർ അഭിനയിക്കാൻ വന്ന സമയത്ത് അവർ ധാരാളം വെല്ലുവിളികൾ നേരിട്ടിരുന്നു. വെല്ലുവിളി എന്നൊക്കെ പറഞ്ഞാൽ വെടിയുണ്ടകൾ വരെ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് കാര്യമായിട്ട് നമ്മുടെ സമൂഹം പരിഗണന നൽകിയിരുന്നില്ല. വിദ്യാഭ്യാസം നേടാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. പ്രായപൂർത്തിയായിട്ട് കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഒക്കെ അവരെ കല്യാണം കഴിപ്പിച്ച് വിടും. പിന്നെ വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും ഒന്നും തന്നെ അവർക്ക് അവരുടെ അവകാശങ്ങൾ സംസാരിക്കാൻ പറ്റില്ല. എല്ലാ രീതിയിലും അവരെ ഭയങ്കരമായിട്ട് ചൂഷണം ചെയ്യുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഇവർക്ക് പുറമെ ഒരു വിഭാഗമുണ്ട്, ട്രാൻസ്ജെൻഡേഴ്സിനെ ഇപ്പോഴും നമ്മുടെ സമൂഹം വലിയ രീതിയിൽ അംഗീകരിച്ചിട്ടില്ല. ഇവർക്ക് വലിയ വലിയ സ്ഥാപനങ്ങളിൽ ജോലി കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടി പലർക്കും താമസ സൗകര്യം കിട്ടുന്നില്ല, ഭക്ഷണ സൗകര്യമൊന്നും കിട്ടാത്തത് കാരണം അവർ ജോലികളൊക്കെ ഉപേക്ഷിച്ച് അവർക്ക് പോകേണ്ടി വരുന്നു. അപ്പോൾ അടുത്ത വിഭാഗം ട്രാൻസ്ജെൻഡേഴ്സാണ്. പിന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ നോക്കൂ. ഇവിടെ ഇപ്പോൾ ഒരു റാമ്പ് ആണെങ്കിൽ ഇയാൾക്ക് കയറിപ്പോക്കൂടെ. പടി എന്ന് പറയുന്നത് ആരോഗ്യ പ്രശ്നം ഇല്ലാത്ത ഒരാൾക്ക് മാത്രമേ കയറിപ്പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഇയാൾക്ക് ഭിന്നശേഷിക്കാരനായത് കാരണം ഇത് കയറിപ്പോകാൻ പറ്റില്ല. അപ്പം നമുക്ക് വേണ്ടത് ഒരു ഇൻക്ലൂസീവ് സൊസൈറ്റി, അല്ലെ, എല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്ന, ചേർത്ത് നിർത്തുന്ന ഒരു സമൂഹമായിരിക്കണം. ഇപ്പം കാലിന് സ്വാധീനമില്ലാത്ത ആൾ, നടക്കാൻ പറ്റാത്ത ആൾ, കേൾക്കാൻ പറ്റാത്ത ആൾ, കാണാൻ പറ്റാത്ത ആൾ, സംസാരിക്കാൻ പറ്റാത്ത ആളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അവരെയും കൂടെ അങ്ങ് ചേർത്ത് പിടിക്കണം. ഇൻക്ലൂസീവ്നെസ്, ഒരുമിച്ച് ചേർക്കലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ, അല്ലേ, ഒരു പരസഹായമില്ലാതെ, ആരുടെയും സഹായമില്ലാതെ അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ സൗകര്യങ്ങൾ ഒരുക്കി നൽകണം. പിന്നെ ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ പറയുന്ന രീതിയിൽ ഡിസ്ക്രിമിനേഷൻ പൂർണ്ണമായും ഇല്ലാതാക്കാൻ വേണ്ടി ആർട്ടിക്കിളുകൾ ചേർത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഇവർക്കെല്ലാം അവരുടെ നീതി വാങ്ങിക്കൊടുക്കണമെങ്കിൽ ഇവിടെ ഒരു നല്ല നിയമ സംവിധാനം വേണ്ടേ. നീതി വാങ്ങിക്കൊടുക്കണമെങ്കിൽ നല്ലൊരു നിയമ സംവിധാനം വേണം. അപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അതിനകത്ത് ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 15 ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഒന്ന് ഇക്വാലിറ്റി ഉറപ്പുവരുത്തുന്നത്, രണ്ടാമത് യാതൊരു വിധത്തിലും വിവേചനം പാടില്ല എന്നുള്ള ആർട്ടിക്കിളുകൾ എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു. ഈ ചോദ്യം നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏതൊക്കെ ആർട്ടിക്കിളുകളാണ് വിവേചനത്തിനെതിരെ ഉള്ളത് എന്ന് ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. മക്കൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ അതിന് മാർക്ക് കിട്ടാനുണ്ട്. അംബേദ്കറിനെ കുറിച്ച് ചെറിയൊരു ആർട്ടിക്കിൾ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതാക്കുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചേക്കാം. ഒന്ന് നമ്മുടെ സോഷ്യൽ പ്രോഗ്രസ്, സാമൂഹികമായിട്ടുള്ള വളർച്ച ഇല്ലാതാക്കുന്നു. പിന്നെ ഇനീക്വാലിറ്റി, അതായത് എക്കണോമിക് ഇനീക്വാലിറ്റി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും സുരക്ഷിതത്തോടു കൂടി ജീവിക്കാൻ ഉള്ള ഒരു സൗകര്യം ഇവിടെ ഒരുക്കി നൽകുന്നുണ്ട്. ഇതെല്ലാം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ ഒരു സംഭവം ഡിസ്ക്രിമിനേഷൻ പ്രോഹിബിറ്റ് ചെയ്തുകൊണ്ട് ആർട്ടിക്കിളുകൾ ഇറക്കിയിട്ടുള്ളത്. സോ ഈ ഒരു ചാപ്റ്റർ നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ എഴുതി കഴിഞ്ഞാൽ മുഴുവൻ മാർക്കും കിട്ടും. അത്രയ്ക്കും സിമ്പിൾ ചാപ്റ്ററാണ്. മുൻ വർഷം ചോദിച്ചൊരു ചോദ്യം എന്താണെന്നറിയോ, നഞ്ചിയമ്മ എന്ന് പറയുന്ന പാട്ടുകാരില്ലേ, അവരെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ട് 5 ചോദ്യങ്ങൾ എഴുതാനൊക്കെയാണ് മുൻ വർഷങ്ങളിൽ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അതിനും കൂടെ ഒന്ന് തയ്യാറായി കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിന് എങ്ങനെയൊക്കെ ചോദ്യം വന്നാലും നിങ്ങൾക്ക് മാർക്ക് എഴുതാൻ പറ്റും. സോ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് നോക്കിപ്പോയി കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും മക്കൾക്ക് ഉത്തരം എഴുതാൻ പറ്റും. ഓൾ ദ ബെസ്റ്റ് മക്കളെ, ബൈ, കാണാം.